പല പല പേരിലാണ് ഈ ഒരു കേവ് അറിയപ്പെടുന്നത്. നൊട്ടോറിയസ് കേവ്, റോക്ക് കേവ്, പിന്നെന്താ കള്ളൻ ഗുഹ. അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഒരു ചെറിയൊരു കഥയും ഇവിടുത്തെ ആൾക്കാർക്ക് പറയാനുണ്ട്. അതായത് ഒരു കള്ളൻ ഈ ഒരു ഗുഹയിൽ ഇരുന്നുകൊണ്ടാണ് ആൾക്കാരെ ലൂട്ട് ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഒരു കഥ. പിന്നെ പറയുന്നത് ആ ഒരു കള്ളൻ തന്നെയാണ് ഈ ഒരു ഗുഹ ഉണ്ടാക്കിയത്. എന്തിനാണെന്നറിയോ? ആ ഒരു ഈ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഈസി ആയിട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ 2 കഥകൾ ഞാൻ കേട്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് കേറി നോക്കാം. നാരോ സ്പേസും നാരോ എൻട്രൻസുമാണ്. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ഗുഹ ഇത്ര കിലോമീറ്റർ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ആ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ കാരണം ആ ഒരു ഇത്രയേ ഉള്ളൂ ഇപ്പോൾ. നടക്കുന്നതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഉണ്ടല്ലോ ഈ ബാറ്റ്സിൻ്റെ കേന്ദ്രമാണിത്. ബാറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കേറിയേക്കണം. കുറച്ച് സ്പേസേ ഉള്ളൂ. നമുക്ക് 2 സൈഡ് കാണാനുണ്ട്. ഒന്ന് ഈ ഒരു സൈഡും ഉണ്ട്. പിന്നെ ഒന്ന് അപ്പുറത്തെ സൈഡും റൈറ്റ് സൈഡിലും ഉണ്ട്. ജസ്റ്റ് ഒരു നാരോ സ്പേസിൽ എന്താ പറയുക, അങ്ങനെ ഇങ്ങനെ റോക്സ് വീണ് കിടക്കുകയാണ്. അതെനിക്ക് തോന്നുന്നു ആ നാച്ചുറൽ ഡിസാസ്റ്റർ കാരണം മൂടിപ്പോയതായിരിക്കും. ദേ പിന്നെ നമുക്ക് ഈ ഒരു ചെറിയൊരു സ്പേസും ഉണ്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇത്രയും വരെ പോകാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഒന്നുമില്ല. അപ്പം ഒരുപാടൊന്നും പ്രതീക്ഷിക്കരുത്. ജസ്റ്റ് ഒരു ഗുഹയെന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ പ്രദേശവും വളരെ മനോഹരമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ മൂന്നാർക്ക് പോകുന്ന വഴി തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ഓവർ ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്ഥലമാണ്. ഞാൻ എൻ്റെ മുകൾഭാഗം കൂടി ഒന്ന് കാണിച്ചു തരാവേ. ഇത്രയേ ഉള്ളൂ ഹൈറ്റ്. ചെറിയൊരു ക്യൂരിയോസിറ്റി തോന്നിക്കുന്ന സ്ഥലമെന്ന് വേണമെങ്കിൽ പറയാം.